ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കാൻ മിക്ക ആൾക്കും അറിയായിരിക്കും. എങ്കിലും എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് ഞാനിവിടെ കാണിക്കുന്നത്. ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കിലോഗ്രാം ചിക്കൻ വലുതായി കട്ട് ചെയ്തത് ഞാനിവിടെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുളക് പൊടി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ബിരിയാണിക്ക് വേണ്ടി ഫ്രൈ ചെയ്യുന്ന ചിക്കന് കൂടുതൽ മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഞങ്ങൾക്ക് ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫ്രൈ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമില്ല. ഇത് കൂടുതൽ ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുക്കാം. കാലിൻ്റെ ഭാഗം ഫ്രൈ ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ ഭാഗം കൂടി ഫ്രൈ ആയാൽ ഞങ്ങൾക്കിത് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 7 ഉള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 7 കപ്പ് റൈസ് എടുക്കുന്നതുകൊണ്ടാണ് 7 ഉള്ളി എടുത്തത്. പിന്നെ 3 വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചത്, 10-20 അല്ലി വെളുത്തുള്ളി, 10-16 പച്ചമുളക്, ഒരു 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, പിന്നെ 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിന ഇല, 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ഇതിന് വേണ്ടത്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് മൂന്നും ഇങ്ങനെ ചതച്ചെടുക്കുക. അധികം പേസ്റ്റ് ആവേണ്ട, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് അത് ചൂടാവുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടീസ്പൂൺ ഗീയുമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ച ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടിയാൽ മാത്രം മതി, അധികം ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട. ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അല്പം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് മൂന്നും കൂടി നന്നായി ചതച്ചെടുത്തതാണിത്. പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്നുകൂടി നല്ലത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതും ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ഇടാം. ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കൂടുതലായാൽ മസാലയിൽ ഭയങ്കര വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് കൂടുതൽ തക്കാളിയുടെ ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ബിരിയാണിക്ക് നല്ലോണം ഉപ്പ് വേണം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വെന്തുടയണം. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ കാണിക്കാതിരുന്നത്. ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ അല്പം ഇടാറുണ്ട്, ഒരു ടീസ്പൂൺ വരെ ഇടാറുണ്ട്. അതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ചിക്കൻ ഇതിൽ കിടന്ന് ഒരു 10 മിനിറ്റ് വേവണം. നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് വേവിച്ചെടുക്കാം.
10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിക്കുക. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം മല്ലിയില, 1/2 കപ്പ് പുതിനയില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 1 മിനിറ്റ് ഇതുപോലെ വേവാൻ വെക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഈ മസാല റെഡി ആയിട്ടുണ്ടാവും. മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി 3 ഉള്ളി ഞാൻ വളരെ നേരിയതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10-20 കാഷ്യൂനട്ട്, കുറച്ച് ഉണക്കമുന്തിരി, ഇവയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ട്. ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 7 കപ്പ് ജീരകശാല റൈസ്. ഇത് റോസ് ബ്രാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കഴുകി അങ്ങനെ അരിപ്പയിൽ വെള്ളം വാരാൻ ഇട്ട് വെക്കണം. ഇതൊരിക്കലും കുതിർത്ത് വെക്കരുത്. കഴുകി ഉടനെ തന്നെ ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കണം. കാരണം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുതിർത്ത് വെക്കാൻ പാടില്ല. കഴുകി ഉടനെ തന്നെ യൂസ് ചെയ്യണം. പിന്നെ വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം മാത്രമേ ഈ അരിയിലേക്ക് ഒഴിക്കാവൂ. 7 കപ്പ് റൈസിന് ഞാനിവിടെ 10.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ചൂടാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉള്ളിയും കാഷ്യൂനട്ടൊക്കെ ഫ്രൈ ചെയ്യാം. ഒരു ബിരിയാണി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് നെയ്യ് തന്നെ യൂസ് ചെയ്യാം. ഞാനിവിടെ അല്പം മാത്രമേ നെയ്യ് യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഉണക്കമുന്തിരി പെട്ടെന്ന് ഫ്രൈ ആവും. അതുകൊണ്ട് ഇട്ട് ഒന്ന് ഇളക്കിയ ഉടനെ തിരിച്ചെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് അതും ഫ്രൈ ചെയ്യാം. ഞാൻ പൊതുവേ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ നട്ട്സും മുന്തിരിയൊന്നും ആഡ് ചെയ്യാറില്ല. കാരണം അതൊന്നും ഇവിടെ ആരും കഴിക്കില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഉള്ളിയും ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. നേരിയതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയാണ്. ഉള്ളി നിർബന്ധമായിട്ടും ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ബിരിയാണിക്ക് ആവശ്യമാണ്. ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. ഉള്ളി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി ഫ്രൈ ചെയ്യാം. തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് 3ഉം അവസാനം ബിരിയാണി ദമ്മിടുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ കഴുകി വെള്ളം കളയാൻ വെച്ച അരി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇതും തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. ചെറിയ തീയിൽ വെച്ചാൽ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ അരി ഇങ്ങനെ 5 മുതൽ 7 മിനിറ്റ് വരെ ഹൈ സ്പീഡിൽ ഫ്രൈ ആവണം. ഫ്രൈ ആയി കഴിയുമ്പോൾ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. മാത്രമല്ല നമ്മൾ ഇളക്കുമ്പോൾ ഈ അരി പാത്രത്തിൽ ടച്ച് ചെയ്തിട്ടുള്ളൊരു സൗണ്ടും വരാൻ തുടങ്ങും. ചെറുതായിട്ട് അരി ഒന്ന് പൊട്ടുന്ന ഫീലും ഉണ്ടാവും. ആ സമയമാകുമ്പോൾ അരി ഫ്രൈ ആയി എന്ന് മനസ്സിലാക്കാം. ഇതിൽ ഞാൻ അല്പം കൂടി ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വരെ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇത് ഇളക്കി ഫ്രൈ ആക്കാം. നന്നായിട്ട് ഫ്രൈ ആയാൽ മാത്രമേ നെയ്ച്ചോറ് നന്നാവുള്ളൂ. എന്നാൽ ഓവർ ഫ്രൈ ആവാനും പാടില്ല. ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്.
ഈ അരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണിലധികം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കണം. ഇതിന് നന്നായി തിളക്കുമ്പോൾ മൂടി വെച്ചിട്ട് തീ കുറച്ചിട്ട് ഇത് വേവാൻ വേണ്ടി വെക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റോളം ഇതിങ്ങനെ വേവിക്കാം. ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുള്ള പാത്രത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നെയ്ച്ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ബിരിയാണി ദമ്മിടാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതിലുള്ള നെയ്ച്ചോറ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിൽ തന്നെ ദമ്മിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ദമ്മിട്ട് കൊടുത്താലും മതി. ഈ നെയ്ച്ചോറ് മുഴുവൻ ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ദമ്മിടാൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ദമ്മിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ മസാലയുടെ പകുതി ഇട്ട് കൊടുക്കാം. പകുതി മസാല ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് എല്ലാ ഭാഗത്തും ഒരുപോലെ നിരത്തി കൊടുക്കണം. ഒരേപോലെ നിരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ ബൗളിലേക്ക് മാറ്റി വെച്ച് നെയ്ച്ചോറിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഗരം മസാല പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല മതിയാവും ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതേപോലെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടിൽ നിന്നും അല്പം എടുത്ത് ഇതുപോലെ ഇടാം. കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കുറച്ചെടുത്തിട്ട് ഒരു 1/3 ഭാഗം മാത്രമേ എല്ലാത്തിൻ്റെയും ഇടാവൂ. ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മസാല മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ നിരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന നെയ്ച്ചോറും മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയെല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് നിരത്തി കൊടുത്ത് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഗരം മസാല പൗഡർ ആഡ് ചെയ്യാം. വീണ്ടും ഒരു 1/4 ടീസ്പൂണോളം ആഡ് ചെയ്താൽ മതി. എല്ലാ ഭാഗത്തും ഒരുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ മല്ലിയില, പിന്നെ കാഷ്യൂനട്ട്, മുന്തിരി, ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും കാഷ്യൂനട്ടും മുന്തിരിയും കുറേ എടുത്ത് ബാക്കി വെക്കണം. കാരണം നമ്മൾ വിളമ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാം ഇതിലേക്ക് ചേർക്കുമ്പോൾ അല്പം അവിടെ ബാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ദമ്മാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കണം. ഞാൻ ഏറ്റവും ചെറിയ തീയിൽ 20-25 മിനിറ്റ് വരെ ഇങ്ങനെ വെക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് നന്നായി കവർ ചെയ്തിട്ടും ദമ്മിടാം. ഞാൻ ഇതുപോലെ മൂടി വെച്ചിട്ടാണ് ദമ്മിടാറുള്ളത്. ബിരിയാണി ഇവിടെ ദമ്മായി കഴിഞ്ഞു. 20 മിനിറ്റ് ഞാൻ ഇവിടെ വെച്ചിരുന്നു. ഇതിനി നമുക്ക് എങ്ങനെയാണ് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു ചെറിയ പ്ലേറ്റ് എടുത്ത് അടിയിൽ ചിക്കൻ പീസസും മേലയിൽ റൈസും ആയിട്ട് വിളമ്പുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇനി ഇത് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെയാണ് ബിരിയാണി സെറ്റ് ചെയ്യേണ്ടത്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ബാക്കി വെച്ച ഉള്ളി, കശുവണ്ടി, മുന്തിരി ഇതെല്ലാം അല്പം ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്